ഹലോ. അപ്പൊ ഞാൻ കൂലിയുടെ ഞാൻ ഇന്നലെ റിവ്യൂ ഇട്ടിരുന്നു. അപ്പൊ എനിക്ക് ഇഷ്ടപ്പെട്ടു എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഞാൻ ഇന്നലെ സോഷ്യൽ മീഡിയ തുറന്നു നോക്കി, ഇൻസ്റ്റയിലൊക്കെ തുറന്നു നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായത് പോസിറ്റീവ് കമന്റ്സ് വരുന്നുണ്ട്. അവർക്ക് ഇഷ്ടപ്പെട്ട BGM-ഉം ഇഷ്ടപ്പെട്ട ആൾക്കാരുടെ പെർഫോമൻസും എൻട്രീസിനൊക്കെ അവർ എടുത്ത് പറയുന്നുണ്ട്, നല്ലതാണ്. അപ്പോൾ പിന്നെ എന്തുകൊണ്ടായിരിക്കും ഫസ്റ്റ് ഇട ഇത്ര നെഗറ്റീവ്? 95% ഫസ്റ്റ് ഇട നെഗറ്റീവാണ്. അത് ഞാൻ ചിന്തിച്ച് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായെന്ന് വെച്ചാൽ രണ്ട് കാരണങ്ങളാണ്. ഒന്ന്, ഓവർ എക്സ്പെക്റ്റേഷൻ. അത് എപ്പോഴും ആൾക്കാർക്ക് സീൻ തന്നെയാവും. പക്ഷെ നമുക്ക് എക്സ്പെക്ടേഷൻ ഒക്കെ ആയിരിക്കാൻ പറ്റില്ല, കാരണം അതില്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമുക്ക് ഓവറായിട്ട് എക്സ്പെക്ട് ചെയ്യാതിരിക്കാം. രണ്ടാമത് റിവേഴ്സ് ഫസ്റ്റ് ഡേ സിൻഡ്രോം. അതായത് ഫസ്റ്റ് ഡേ സിൻഡ്രോം എന്ന് പറഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ഡേ തിയേറ്ററിൽ പോയി കണ്ട് തിയേറ്ററിലെ ക്ലാപ്സും കയ്യടിയും വിസിലും ഒക്കെ വെച്ചിട്ട് നമ്മൾ എന്ത് തീരുമാനിക്കും, നമുക്കൊരു ഊള സിനിമയെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു അടിപൊളി സിനിമയാക്കാൻ പറ്റും. അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് റിവേഴ്സ് ഫസ്റ്റ് ഡേ സിൻഡ്രോം. അതായത് നമ്മൾ ഓവർ എക്സ്പെക്ടേഷൻസ് വെച്ച് ഫസ്റ്റ് ഡേ പോയപ്പോൾ ഒരു ഡീസെൻ്റ് ആയിട്ട് എബോവ് ആവറേജ് സിനിമ, എസ്പെഷ്യലി കൂലി എനിക്ക് എബോവ് ആവറേജ് ആയി തോന്നി, അത് ഊള സിനിമയാക്കാൻ സാധിക്കും. അപ്പോൾ അതാണ് റിവേഴ്സ് ഫസ്റ്റ് ഡേ സിൻഡ്രോം. അതായത് എബോവ് ആവറേജ് ആയിട്ടുള്ള കൂലിയ ഇവരെല്ലാവരും കൂടി ഓവർ എക്സ്പെക്ട് ചെയ്ത് അവരെന്ത് ചെയ്തു, അവർ നെഗറ്റീവ് ആക്കി. എല്ലാവരും അല്ല, മെജോറിറ്റി എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. അപ്പോൾ ഇതൊരു കാരണമായിരിക്കാം അല്ലേ. പിന്നെ വേറൊന്ന്, അതായത് ഞാൻ എൻ്റെ ഫ്രണ്ടിനോട് ചോദിച്ചു, ഫസ്റ്റ് ഷോയ്ക്ക് പോയ ആളാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, എടാ പടം എങ്ങനെയുണ്ട്? അപ്പോൾ അവൻ പറഞ്ഞു അടിപൊളി ഊള സിനിമ എന്ന്. ശരി. അപ്പോൾ അത് അങ്ങനെ കാരണം ചോദിച്ചപ്പോൾ അവൻ പറയാണ് ഇത് LCU അല്ല. ശരി. അപ്പോൾ ലോക്കി മുന്നേ തന്നെ പറഞ്ഞിട്ട് സിനിമ LCU അല്ല. പിന്നെ എന്തിനാ അങ്ങനെ ചിന്തിച്ചു പോയേ? അതായത് ഇവൻ ഫസ്റ്റ് ഷോ കാണാൻ പോകുന്ന ആൾ. ഇവൻ എന്ത്, ഞാൻ ഫസ്റ്റ് ഡേ പോകുന്ന ആളാണ്, 2 ആഴ്ച മുന്നേ ടിക്കറ്റ് ബുക്ക് ചെയ്ത ആളാണ്. അപ്പോൾ ഞാൻ ഇന്ന രീതിയിൽ ഞാൻ സിനിമ എൻ്റെ മനസ്സിൽ ഞാൻ ബിൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ നിന്ന് കുറച്ച് നെഗറ്റീവായാൽ, കുറച്ച് ചേഞ്ച് ആയാൽ ഞാൻ എന്തായാലും മോശം പറയും, അല്ലെങ്കിൽ എനിക്ക് മോശമായിട്ട് ഫീൽ ചെയ്യും. അതാണ് അവൻ്റെ മനസ്സിലെ ചിന്ത. അത് നല്ലതാണോ എന്ന് ചിന്തിച്ച് നോക്കിയേ. നമ്മുടെ ആസ് എ മൂവി റിവ്യൂവർ അല്ലെങ്കിൽ മൂവി ആസ്വദിക്കുന്ന ആളെന്ന രീതിയിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? തന്നിരിക്കുന്ന ഒരു സാധനത്തിന് നമുക്ക് അനലൈസ് ചെയ്യാം, നമുക്ക് ആസ്വദിക്കാം, നമുക്ക് അഭിപ്രായം പറയാം. അല്ലാതെ ഇത് ഇങ്ങനെ ആയിരിക്കണം, ഇങ്ങനെ ആവാൻ പാടുമെന്ന് പറയുമ്പോൾ ഒരു അർത്ഥമില്ല. നമ്മൾ തന്നിരിക്കുന്ന സാധനം ഇഷ്ടമായാലും പറയാം, നമ്മുടെ അഭിപ്രായങ്ങൾ പറയാം. അല്ലാതെ മുന്നേ തീരുമാനിച്ച് വെച്ചിട്ട് ഇങ്ങനെ ആവാൻ പാടും നമുക്ക് ഒരിക്കലും പറയാൻ സാധിക്കില്ല. ഇത് എപ്പോഴാണ് സെൻസിറ്റീവ് ആണെന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ ലൈഫിൽ കണക്ട് ചെയ്യുമ്പോഴാണ്. നമുക്ക് ഒരുപാട് വിഷമങ്ങളൊക്കെ വരാറുണ്ടല്ലോ. അപ്പോൾ നമ്മൾ മെയിൻ കാരണം ഓവർ എക്സ്പെക്ടേഷൻ തന്നെയാണ്. എക്സ്പെക്ടേഷൻ വയ്ക്കണം, പക്ഷെ ഓവർ ആയി കഴിഞ്ഞാൽ എല്ലാം സീൻ തന്നെയാണ്. അത് നിങ്ങൾ കുറച്ച അടിപൊളിയായിരിക്കും. ഞാനത് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. പിന്നെ രണ്ടാമത്, നമ്മൾ മനസ്സിൽ നിന്ന് ചിന്തിച്ച് വെച്ചിരിക്കണം, ഇന്ന ആൾ നമ്മുടെ അടുത്ത് ഇങ്ങനെ പെരുമാറാൻ പാടും. ഞാൻ മുന്നേ പറഞ്ഞ എക്സാമ്പിൾ വെച്ചിട്ട് നമ്മൾ ലൈഫായിട്ട് കണക്ട് ചെയ്യുമ്പോൾ അപ്പോൾ ആ ആളുടെ അടുത്ത് ചെറിയ രീതിയിൽ എന്തെങ്കിലും ഒരു നിങ്ങളുടെ ഒരു മോശം ഒരു എന്താണ് ഒരു സംസാരം അല്ലെങ്കിൽ പെരുമാറ്റം ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഫീൽ ആവും. എന്തുകൊണ്ടാണ്? നിങ്ങൾ മുന്നേ ധരിച്ചു വെച്ചാണ് ഈ ആൾക്ക് ഇന്നതാണ് പെരുമാറാൻ പറ്റുള്ളൂ, എൻ്റെ അടുത്ത് ഇങ്ങനെ പെരുമാറാൻ പാടും, നിങ്ങൾ ധരിച്ചു വെച്ചുകൊണ്ടാണ്. ശരിക്കും അങ്ങനെ ചെയ്യാൻ പാടുമോ? ഓരോ ആൾക്കാരും ഡിഫറൻ്റ് ആണ്. ചിലപ്പോൾ നമ്മുടെ ഭാഗത്ത് തെറ്റ്. അപ്പോൾ അതൊക്കെ ഇത് മാറ്റേഴ്സാണ്. അപ്പോൾ നമ്മൾ ഒരിക്കലും മുന്നേ തന്നെ ഒരാളെ ജഡ്ജ് ചെയ്യാൻ വെക്കരുത്. അതായത് എൻ്റെ അടുത്ത് ഇയാൾ ഇങ്ങനെ പെരുമാറിയിട്ടുണ്ടെങ്കിൽ എനിക്ക് വിഷമം അല്ലെങ്കിൽ എനിക്ക് ദേഷ്യം വരും, ഞാൻ അങ്ങനെ ചിന്തിക്കാതിരുന്ന് നോക്കിക്കേ, നിങ്ങളുടെ വിഷമങ്ങൾ കുറയും. അതായത് മറ്റുള്ളവർ എങ്ങനെ വേണമെങ്കിലും ബിഹേവ് ചെയ്തോട്ടെ, അതായത് അത് അവരുടെ ക്യാരക്ടർ, മനസ്സിലായില്ലേ? അല്ലാതെ നമ്മൾ ഇന്ന രീതിയിൽ ബിഹേവ് ചെയ്യുമ്പോൾ നമ്മൾ ഒരിക്കലും ചിന്തിച്ച് വെക്കരുത് കേട്ടോ. അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് കാര്യമാണ്. അതായത് ഓവർ എക്സ്പെക്റ്റേഷൻസ് എപ്പോഴും കിൽ ചെയ്യും മനുഷ്യരെ. പിന്നെ നല്ലൊരു സ്വഭാവമല്ല നമ്മൾ, അതായത് ഇന്നത് ചെയ്യാൻ പാടും നമ്മൾ തന്നെ മുന്നേ ചിന്തിച്ച് വെക്കണമെന്നൊക്കെ മോശമായിട്ടുള്ള കാര്യം തന്നെയാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ ഇത് ലൈഫിൽ കണക്ട് ചെയ്യുമ്പോൾ ശരിയാണെന്ന് തോന്നുന്നുണ്ട്. പിന്നെ ഈ സോഷ്യൽ മീഡിയ പറയാച്ച എല്ലാം എക്സാജറേറ്റ് ചെയ്ത് കാണിക്കും, നല്ലതായാലും മോശമായാലും. അപ്പോൾ നിങ്ങൾ എന്തൊരു സാധനം ചെയ്യുമ്പോഴും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ നോക്കാതിരിക്കുക. പ്രത്യേകിച്ച് മൂവി കാണാൻ പോകുമ്പോഴൊന്നും നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം പറയുക. സോഷ്യൽ മീഡിയ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല എപ്പോഴും. സോ എനിക്കതേ പറയുള്ളൂ. ഓക്കെ, താങ്ക് യു.